ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഭാരപ്പെടുന്ന, എല്ലാ വീട്ടമ്മമാരും ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്യുന്ന ജോലികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൽ നല്ലൊരു ക്ലീനിങ് ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ മിക്കവരും മഞ്ഞൾ മേടിച്ച് അത് ഉണക്കി പൊടിച്ച് വയ്ക്കുന്നവരായിരിക്കും അല്ലേ. അങ്ങനെ ഉണ്ടായിരിക്കും, റെഡിമെയ്ഡ് മേടിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയുള്ളവരാണെങ്കിലും കുറച്ച് നാളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഫ്രഷ് സ്മെല്ലുണ്ട് മഞ്ഞളിൻ്റെ, അതൊക്കെ പോയി പോവും. അതുപോലെ തന്നെ അതിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്, കട്ട പിടിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് പറയുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ബേ ലീഫ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മഞ്ഞളുടെ ആ ഒരു സ്മെല്ലും കുറേ നാൾ നിലനിൽക്കും. അതുപോലെ തന്നെ ആ മഞ്ഞൾ കഴിയുന്നവരേക്കും അതിൻ്റെ ഫ്രഷ് സ്മെല്ലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞൾ കട്ട പിടിക്കാതിരിക്കുകയും ഒരു ഈർപ്പം വരുന്ന പോലെ കട്ട പിടിക്കും. അതുപോലെ തന്നെ പൂത്ത സ്മെല്ല് ഇതൊക്കെ വരുന്നത് ഇല്ലാതാക്കാൻ ഇതുപോലെ വഴനയിൽ ഇട്ട് കൊടുത്താൽ സഹായിക്കും കേട്ടോ. അപ്പം നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ ഏത് തരത്തിലുള്ള കത്തിയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഇരുമ്പ് കത്തിയാണെങ്കിലും സ്റ്റീലിൻ്റെ കത്തിയാണെങ്കിലും പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ചയൊക്കെ പോയി പോകും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് പറയുന്നത്. അപ്പോൾ കത്തിയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പീസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കത്തിയുടെ മുകളിലായിട്ട് നമുക്കിതൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ആ ഉപ്പ് പൊടി ഇട്ട ഭാഗത്ത് ഉരച്ചു കൊടുക്കുക. നല്ലപോലെ തന്നെ അമർത്തി ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലുള്ള തുരുമ്പും, ഇരുമ്പ് കത്തി ആയതുകൊണ്ട് ആ തുരുമ്പൊക്കെ പോവും. അതുപോലെ തന്നെ നല്ലപോലെ മൂർച്ച കൂട്ടി കിട്ടും. അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടി വിതറി കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ആ വിനാഗിരി ഒഴിച്ചു കൊടുത്ത ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തി മൂർച്ച കൂടി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ തുരുമ്പൊക്കെ പോയി കിട്ടും കേട്ടോ. സ്റ്റീൽ കത്തിയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ആ ഇരുതുള്ള ഭാഗമില്ലേ, അവിടെയൊക്കെ നമുക്കിതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആ മുറിക്കുന്ന ഭാഗത്തൊക്കെ കുറേശ്ശെ തേച്ച് കൊടുക്കുക, കൈ മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ചെടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂർച്ച കൂടി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈസി ആയിട്ടുള്ള ടിപ്പല്ലേ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, അതിൻ്റെ കറയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് കഴുകി കൊടുത്താൽ മതി. കണ്ടില്ലേ, അതിൻ്റെ കറകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇരുമ്പത്തിയാകുമ്പോൾ ഈ ഒരു രീതിയിൽ കറകൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ. സ്റ്റീൽ കത്തിയാണെങ്കിലും ഏത് തരത്തിലുള്ള ചെറിയ ചെറിയ കത്തികളാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, കുട്ടികളിൽ മിക്കപ്പോഴും ഉണ്ടാവില്ല ഈ വിരശല്യം, ക്രിമിശല്യം എന്നൊക്കെ പറയുന്നത്. അത് മാറിക്കിട്ടാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ ഒക്കെ പോയി കിട്ടാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ചെറിയൊരു ഇതുപോലൊരു കയ്യിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ട് ഒന്ന് ഗ്യാസിൽ കാണിച്ചിട്ട് ഫ്ലെയിമിൻ്റെ സ്വല്പം ചെറുതായിട്ട് കേട്ടോ, വലിയ കാര്യമായിട്ട് ചൂടായിട്ട് വറുത്ത് എടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ. അപ്പോൾ ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോവരുത് കേട്ടോ, ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അതിൻ്റെ എല്ലാ ഭാഗവും കേട്ടോ. അപ്പോൾ ആ കായപ്പൊടി മഞ്ഞളും ഉപ്പും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ല് വരും കേട്ടോ. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മീതെ നമുക്ക് നല്ല തിളച്ച വെള്ളം, അതായത് ചെറിയ ചൂടുള്ള വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, തിളപ്പിച്ചാറിയ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. ചെറിയ ചൂട് കൊടുക്കുന്നത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് കുടിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണ് മുതിർന്നവരൊക്കെ ഉണ്ടാവുന്ന ചെറിയ ക്രിമിശല്യം, അതുപോലെ വിരശല്യം എന്നൊക്കെ പറയുന്നത് അത് പെട്ടെന്ന് മാറിക്കിട്ടാനും നല്ലതാണ്. അതുപോലത്തെ ഗ്യാസ് ട്രബിളിനും ഇത് നല്ലതാണ് കേട്ടോ. കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഗ്യാസ് ട്രബിൾ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അധികം ചിലവില്ലാത്ത നല്ലൊരു ഹോം റെമഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മൾ മെയിനായിട്ടുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ലൊരു ക്ലീനിങ് ടിപ്പാണ്. ഒരുപാട് ക്ലീനിങ് സൊല്യൂഷന് ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട് ഈ വെള്ളം. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൗഡറാണ് കേട്ടോ. നമ്മൾ ഫേസ് പൗഡർ, ഡേറ്റ് കഴിഞ്ഞ പൗഡറാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൗഡറാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരിക കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ ഒരു രൂപയുടെ ഷാമ്പൂ ഇല്ലേ, ഏതെങ്കിലും ഷാമ്പൂ ആണെങ്കിലും ഇതിലേക്ക് ഇതുപോലെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഷാമ്പൂ കുറച്ച് 1-2 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ, ഏകദേശം ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ആ ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. അപ്പം എന്നിട്ട് നല്ലപോലെ പതഞ്ഞ് വന്നത് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്നത് ആ ഒരു പത അണഞ്ഞ് കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പത പോയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ അണഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതെല്ലാം കൂടി മിക്സായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഏതെങ്കിലും ബോട്ടിലായിട്ട് ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും കുപ്പിയിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പ്രേ ബോട്ടിലേക്കോ സാധാ കുപ്പിയിലേക്കാണെങ്കിലും ആക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിൽ ആ ബോട്ടിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്തൊക്കെയാണ് ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിത് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഗ്യാസ് സ്റ്റവിൽ നമ്മൾ കുക്ക് ചെയ്ത് വെക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഒരുപാട് എണ്ണക്കറികൾ തെറിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നീട് ആ ഒരു ഒട്ടൽ അവിടെ ഉണ്ടായിരിക്കും. അതൊക്കെ പെട്ടെന്ന് പോകുന്നതിന് വളരെ നല്ലതാണ് കേട്ടോ. അതിലുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എണ്ണക്കറിയൊക്കെ പോയി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പോയി കിട്ടും. നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു ഉണങ്ങിയ ക്ലോത്ത് കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ടവൽ വെച്ചിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് തൊട്ട് കൊടുത്താൽ തന്നെ മനസ്സിലാവും എണ്ണമയൊന്നുമില്ല എന്നുള്ളത്. നല്ലൊരു ക്ലീനായി കിട്ടും. നല്ലൊരു ശബ്ദം കേൾക്കില്ല. ആ രീതിയിൽ നമുക്ക് നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ. നല്ല ക്ലീനായിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ നമ്മൾ ഗ്യാസ് സ്റ്റവ് വെച്ചെടുക്കുന്ന ടൈലുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ കിച്ചണിലുണ്ടാകും ടൈലുകളൊക്കെ പെട്ടെന്ന് എണ്ണയൊക്കെ തെറിച്ചിട്ട് നല്ല വൃത്തികേടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈലിൻ്റെ ഗ്യാപ്പിലുള്ള ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ആ ഒരു ടൈലിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉരച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടും. നല്ല പള്ള വെട്ടി തിളങ്ങും കേട്ടോ ടൈലുകളൊക്കെ. അപ്പോൾ എണ്ണമടിക്ക് പിടിച്ച ടൈലുകളൊക്കെ വൃത്തിയാക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തുടക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ. നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. അടുക്കളയിലേക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ. കണ്ടില്ലേ, എണ്ണമഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ സ്ലാബൊക്കെ തുടച്ചെടുക്കുന്നതിന് അതുപോലെ തന്നെ നമ്മൾ ഊണ് മേശകളൊക്കെ ഇല്ലേ, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആ ഒരു മീനിൻ്റെ സ്മെല്ലും ഇതൊക്കെ പോയി കിട്ടുന്നതിന് നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പാണ് തുടയ്ക്കുന്നത്. ജസ്റ്റ് ഇത് വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു സ്മെല്ല് ഉണ്ടായിരിക്കും. നമ്മൾ രാത്രിയിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഇത് വെച്ചും തുടച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിലുള്ള ആ ഒരു സോഡാപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് പാറ്റുകളൊന്നും വരാതിരിക്കും. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കി എടുക്കുന്നതിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല, എല്ലാ വീടുകളിലും കാണിക്കുന്നില്ല. ഇത് വെച്ച് നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിൽ പാറ്റുകളുടെ ശല്യം ഉണ്ടാവത്തുമില്ല. അതുപോലെ തന്നെ ചില കിച്ചൺ സിങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ വരാനിടയുണ്ട്. അതൊന്നും ബാഡ് സ്മെല്ലില്ലാതിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. നല്ലതാണ് കേട്ടോ. പിന്നീട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അടുത്തതായിട്ട് നമ്മൾ ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കി പോരുന്ന സമയത്ത് ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് നോക്കൂ കേട്ടോ. ബാത്റൂമൊക്കെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പതയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ലിക്വിഡാണ്. നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. ആ പൗഡറിൻ്റെ ഷാമ്പൂവിൻ്റെയും ഒക്കെ സ്മെല്ലും ഉണ്ടായിരിക്കും. ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് കഴുകിയെടുത്താൽ. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ തുടയ്ക്കുന്ന വെള്ളം ഉണ്ടാവില്ലേ, നമ്മൾ നിലയൊക്കെ തുടയ്ക്കുന്ന ഫ്ലോർ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ അതിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരം നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുത്തു നോക്കൂ കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ടാവും. നമ്മൾ സോഡാപ്പൊടിയും ഷാമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും നല്ലൊരു സ്മെല്ലുണ്ടാവുകയും ചെയ്യും കേട്ടോ. വേണമെങ്കിൽ 2-3 കർപ്പൂരം കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തുടയ്ക്കുന്നത് കാണിച്ചിട്ടില്ല, അത്രയും ടൈം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നമ്മൾ കൈയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അടയാളം ഉണ്ടാവത്തില്ലേ,
നമ്മൾ കൈ തൊട്ടേ വിരലിൻ്റെ അടയാളങ്ങളൊക്കെ പോയി കിട്ടുന്നതിനും ജസ്റ്റ് ഇത് വെച്ചിട്ട് നല്ലൊരു ക്ലോത്ത് കൊണ്ട് തുടച്ചു കൊടുത്ത് നോക്കൂട്ടോ, പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ക്യാമറ ഷേക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല പോലെ അഴുക്ക് അതിൽ പിടിച്ച് വരുന്നുണ്ട്, നല്ല പോലെ ക്ലീനായി കിട്ടുന്നതും ചെയ്യും കേട്ടോ. കുറച്ച് ലിക്വിഡ് ആ തുണിയിലാക്കി കൊടുത്തിട്ട് തുടച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും. അതുപോലെ ഹാൻഡിലിൻ്റെ മുകളിലുണ്ടാവുന്ന അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ മുകളിൽ അഴുക്കുകളൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ്, പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കറകളില്ലേ, അതൊക്കെ പോയി കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ. സ്വിച്ച് ബോർഡിന് മേലെ ഉണ്ടായിരുന്നതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തുടച്ചു കൊടുക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ആ ക്ലോത്തിലൊന്ന് ആക്കി കൊടുത്തിട്ട് വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി, നല്ല പോലെ കേട്ടോ, പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ഒപ്പം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തിട്ട് വരാം കേട്ടോ. കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ആ ഒരൊറ്റ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ടവലിൽ ഒന്നാക്കി പെട്ടെന്ന് തുടച്ചെടുത്താൽ ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻ ഇത് ഉപകാരപ്രദമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പൗഡറും അതുപോലെ തന്നെ സോഡാപ്പൊടിയും ഒക്കെ മതിയില്ലേ, പൗഡറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്, ഏതോ പെർഫ്യൂം അടിച്ച സ്മെല്ലാണ് നമുക്ക് തോന്നുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെയുള്ള ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് പേജ് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ. ഇൻഷാല്ലാ അടുത്ത